ഹലോ ഓൾ, വെൽക്കം ബാക്ക് ടു ഫെംന ഷെജിൻ. അപ്പോൾ നിങ്ങളെല്ലാവരും റിക്വസ്റ്റ് ചെയ്ത പോലെ ഇന്ന് ഞാനൊരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആയിട്ട് വന്ന്. ഞാൻ ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ അങ്ങനെ ചെയ്യാറില്ല. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അതാണ് കാണാൻ ഇഷ്ടം വിചാരിച്ചിട്ടാണ് ഞാൻ ഷൂട്ട് ചെയ്ത് വീഡിയോ ഒക്കെ എഡിറ്റ് ചെയ്ത്. അപ്പോൾ പിന്നെ എല്ലാവരും എപ്പോഴും പറയുന്ന പോലെ ഈസി റെസിപ്പീസാണ് അതിൽ ഇൻക്ലൂഡ് ചെയ്ത്. പിന്നെ എൻഡിൽ അടിപൊളി ഡെസേർട്ട് ഉണ്ട്. ഒരു വട്ടം കഴിച്ചാൽ നമുക്ക് മതിയാവാത്ത ഡെസേർട്ടാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും എന്തായാലും എൻ്റെ വരെ വീഡിയോ കണ്ട് നോക്കണം. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. എല്ലാവർക്കും അറിയണ്ടാവും, രാവിലെ നമ്മൾ ഡേ സ്റ്റാർട്ട് ചെയ്യുക വർക്കൗട്ടാണ്. ഇങ്ങനെ വർക്കൗട്ട് ചെയ്തിട്ട് നമ്മൾ ഡേ സ്റ്റാർട്ട് ചെയ്യാറ്. അപ്പോൾ ഞാനാണ് ഫസ്റ്റ് വർക്കൗട്ട് ചെയ്യുക. എൻ്റെ 7 o'clock സ്റ്റാർട്ട് ചെയ്യും, 6:30 സ്റ്റാർട്ട് ചെയ്യും. പിന്നെ അത് കഴിഞ്ഞിട്ട് ഷെജിക്കാക സ്റ്റാർട്ട് ചെയ്യും. അങ്ങനെയാണ്. അപ്പോൾ 1 മണിക്കൂർ നമ്മൾ എക്സസൈസ് ചെയ്യാറുണ്ട്. അപ്പോൾ മെയിൻ എൻ്റെ വെയ്റ്റ് ലോസിൻ്റെ ഒരു കാരണം ഡെയിലി വർക്കൗട്ടും പിന്നെ ഫുഡ് കൺട്രോളിങ് ആണ്. അപ്പോൾ വർക്കൗട്ട് നല്ല ഹൈ ഇൻറ്റൻസിറ്റി വർക്കൗട്ടാണ്, നല്ല വർക്കൗട്ടാണ്. അപ്പോൾ കൈയും നമ്മുടെ ബോഡിയൊക്കെ നല്ല ഷേപ്പിൽ വരും. നമ്മൾ ഡയറ്റ് മാത്രം ചെയ്തിട്ട് കാര്യമില്ല. അപ്പോൾ ബോഡി ഫിറ്റ് ആവാൻ വർക്കൗട്ട് അത്യാവശ്യമാണ്. അങ്ങനെ ഇപ്പോൾ എല്ലാവർക്കും അറിയാം, ഇപ്പോൾ സ്കൂളൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഫസ്റ്റ് ഇപ്പോൾ ക്ലാസ്സൊക്കെ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഫസ്റ്റ് തന്നെ ഇസാൻ്റെ ക്ലാസ്സാണ്. 7:30 അവൻ്റെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ താനിയൊക്കെ 9 മണിക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുക. അപ്പോൾ അവിടെ ലേറ്റായിട്ട് വിളിച്ചാൽ മതി. അപ്പോൾ ഇന്ന് ഞാൻ ശരിക്ക് റവ ഇഡ്ഡലി സാമ്പാറായിരുന്നു ഉണ്ടാക്കാൻ വിചാരിച്ചത്. പക്ഷേ ഇന്ന് ലേറ്റാണ് പറയാൻ കാരണം ഷൂട്ടിങ്ങും എക്സസൈസും എല്ലാം കൂടി കഴിഞ്ഞപ്പോൾ പ്ലാൻ വിചാരിച്ച പോലെ നടന്നില്ല. അപ്പോൾ ഇതിൻ്റെ ഫുഡ് കഴിക്കാനുള്ള സമയമായി. അപ്പോൾ ഞാൻ വേറെ എനിക്ക് ഓപ്ഷൻ ഇല്ലായിരുന്നു. അപ്പോൾ വേഗം ഞാൻ എഗ് വൈറ്റ് നമുക്ക് 3 എഗ് വൈറ്റ് എടുക്കാം. അപ്പോൾ എഗ് വൈറ്റും 2 എഗ് വൈറ്റും പിന്നെ കുറച്ച് ഉള്ളി തക്കാളി ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് ഓംലെറ്റ് പോലെ ആക്കണം. സാധാരണ ഞാൻ ചെയ്യാറ്, നമുക്ക് ഇതിൽ ഇടാൻ പറ്റുന്ന വെജിറ്റബിൾസ് ക്യാപ്സിക്കം പിന്നെ നമ്മുടെ പാലക് അങ്ങനത്തെ ഒക്കെ ഉണ്ടെങ്കിൽ അത് നന്നായിട്ട് ചോപ്പ് ചെയ്തിട്ട് എല്ലാം മിക്സ് ചെയ്തിട്ട് പാൻ കേക്ക് പോലെ ആക്കിയാൽ നല്ല ടേസ്റ്റാണ്, നല്ല ഹെവി ഫില്ലിങ്ങുമാണ്. അപ്പോൾ അങ്ങനത്തെ വെജിറ്റബിൾസ് ഇല്ലാത്തതുകൊണ്ട് പിന്നെ സിമ്പിളായിട്ടുള്ള നമ്മൾ ഉള്ളി തക്കാളി ഇട്ടിട്ട് സാധാരണ ഓംലെറ്റ് പോലെ. സമയമില്ലാത്തതുകൊണ്ട് ഞാൻ ഇങ്ങനെ ചെയ്ത്, നമ്മൾ കറക്റ്റായിട്ട് ഡയറ്റൊക്കെ ഫോളോ ചെയ്യണമെങ്കിൽ കറക്റ്റായിട്ട് ആ സമയത്ത് കഴിക്കേണ്ടത്. അപ്പോൾ വേഗം എനിക്ക് വേണ്ടി, ഞാൻ ആരെയും നോക്കാതെ എനിക്ക് വേണ്ടി ഫസ്റ്റ് ഉണ്ടാക്കിയിട്ട് കഴിക്കാൻ പോവാണ്. അപ്പോൾ അങ്ങനെ താനിയൊക്കെ എണീറ്റ് അവളെ എണീപ്പിച്ചു. അപ്പോൾ എണീക്കാൻ കുറച്ച് മടിയായതുകൊണ്ട് ലേറ്റാണ്. അപ്പോൾ അവളെ കുളിപ്പിച്ചൊക്കെ രാവിലെ എണീറ്റ് കുളിയൊക്കെ കഴിഞ്ഞു, ക്ലാസ്സൊക്കെ സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ താനിയുടെ ഫസ്റ്റ് ഡേ ആണ് ഇന്ന് ക്ലാസ്സിൻ്റെ. അവർ ലേറ്റായിട്ടാണ് സ്കൂൾ സ്റ്റാർട്ട് ചെയ്ത്. അപ്പോൾ ബുക്സൊക്കെ ഇപ്പോൾ കിട്ടിയിട്ടുള്ളൂ, ബുക്സ് ഒന്നും പാക്ക് ചെയ്തിട്ടില്ല. സാധാരണ ഇപ്പോൾ ഓൺലൈൻ ആയതുകൊണ്ട് ഇപ്പോൾ പാക്കൊന്നും ചെയ്യാറില്ല, വീട്ടിൽ തന്നെയാണല്ലോ, കവറൊന്നും ചെയ്യാറില്ല. അപ്പോൾ അവർ ഫോളോ ചെയ്യുന്നത് എക്സീഡ് സിലബസാണ്. അപ്പോൾ ഫസ്റ്റ് ഡേ ആയതുകൊണ്ട് ഭയങ്കര എക്സൈറ്റഡും ഗ്രീറ്റിംഗ് കാർഡ് ഉണ്ടാക്കലും അങ്ങനെയൊക്കെ ആയിരുന്നു താനിയ. അപ്പോൾ അവൾക്ക് എല്ലാ ടീച്ചേഴ്സിനും വേണ്ടി അവൾ കാർഡ് ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഞാൻ റവ ഇഡ്ഡലി ഉണ്ടാക്കാനായിരുന്നു വിചാരിച്ചു. പക്ഷേ അത് ടൈം ശരിയാവാത്ത ഉണ്ടാക്കാൻ പറ്റില്ല. അപ്പോൾ സാധാരണ നമ്മൾ ഈസി ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ്, നമ്മൾ നാഷണൽ ബ്രേക്ക്ഫാസ്റ്റ് പറയാം, അപ്പം. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്ന ഇടയിൽ ഷെയ്ഖാക്ക കയറി വന്നിട്ടുണ്ട്. എനിക്ക് അവൽ വെള്ളം ഉണ്ടാക്കണം, അവൽ മിൽക്കല്ല, അവൽ വെള്ളം ഉണ്ടാക്കണം. ആ ട്രഡീഷണൽ ഒരു ഡ്രിങ്കാണ്, ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ പഴം കണ്ടാൽ പിന്നെ അത് എന്തായാലും ഉണ്ടാക്കും. ഇതിനെന്താ പറയാ, ശരിക്കും പറയും? അവിൽ വെള്ളം. നിങ്ങളിതിൽ എങ്ങനെയാ പറയാ? അവല് വെള്ളം. ഓക്കെ. അങ്ങനെ നമ്മളെ അവല് വെള്ളം ഈസ് ഓൾമോസ്റ്റ് റെഡി. ഇതില് മിൽക്ക് ഉണ്ട്, കോക്കനട്ട് ആൻഡ് ബനാന. പിന്നെ നമ്മൾ പോർ, ഈ സാധനത്തിന്റെ പേരാണ് റൈസ് ഫ്ലേക്സ്. സാധാരണ നമ്മൾ അവല്. And I'm going to pour. I'm going to put some rice flakes to my mix. Okay, mix അടിപൊളിയായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ബനാനാസ്, റൈസ് ഫ്ലേക്സ്,
നല്ല തണുപ്പുള്ള പാല് ഒക്കെ മിക്സ് ചെയ്തിട്ടുണ്ട്. റിഫ്രഷിംഗ് മിൽക്ക്. എൻ്റെ അവലും വെള്ളം ഈസ് റെഡി. സത്യം പറയുകയാണെങ്കിൽ ദിസ് ഈസ് വൺ ഓഫ് മൈ ഫേവറേറ്റ് ഡ്രിങ്ക്സ് ആൻഡ് ഐ ജസ്റ്റ് ലവ് ഇറ്റ്. ഭയങ്കര റിഫ്രഷിംഗ് ആണ്. ആഫ്റ്റർ യുവർ ഹെവി വർക്ക്ഔട്ട് ഓർ സംതിങ് ഇഫ് യു ഹാവ് ദിസ്. പക്ഷേ അതിൽ ഷുഗർ ഉണ്ട്. ഷുഗർ ഒക്കെ ഉണ്ട്, പക്ഷേ ഷുഗർ അവോയ്ഡ് ചെയ്യാം. ഇഫ് യു ബേൺ യുവർ കലോറീസ് ആൻഡ് എവറിത്തിങ് ഇറ്റ്സ് ഫൈൻ ടു ഹാവ് ഇറ്റ് വൺസ് ഇൻ എ വൈൽ. ഭയങ്കര അടിപൊളി സാധനമാണ്. All these bananas. ആ ഒരു ഏരിയ അടിപൊളിയാക്കിയിട്ടുണ്ടോ? Beautiful. അങ്ങനെ my cup of avaluvelam is ready. യൂട്യൂബിൽ പറയുന്ന പോലെ പറയില്ല കേട്ടോ. ഇറ്റ്സ് ഓസം. അങ്ങനെ അതിൻ്റെ ഇടയിൽ അവൽ വെള്ളം ഉണ്ടാക്കി കഴിഞ്ഞു. അപ്പോൾ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് വേഗം റെഡിയാക്കണം. അപ്പോൾ ഒന്നുമില്ല, മുട്ട ബുർജി അതിന് പറയാം. മുട്ട കറിയല്ല, മുട്ട ബുർജിയാണ്. അപ്പോൾ മുട്ട പൊട്ടിച്ചിട്ട് സാധാരണ ഉള്ളി തക്കാളി മസാലയൊക്കെ ഇട്ട് അതിൽ മുട്ട പൊട്ടിച്ച് വയ്ക്കുക, അതാണ് മുട്ട ബുർജി. അപ്പോൾ അതുണ്ടാക്കി കഴിഞ്ഞു. അപ്പോൾ ആയതുകൊണ്ട് വേഗം തീരും. അപ്പോൾ ശേഖ ഇപ്പോൾ ടിഫിൻ കൊണ്ടുപോകാറുണ്ട്. അപ്പോൾ എപ്പോഴും ടിഫിൻ പാക്ക് ചെയ്യാൻ പറ്റാറില്ല. അപ്പോൾ ഇടയ്ക്ക് മിക്കവാറും ടിഫിൻ പാക്ക് ചെയ്ത് കൊടുക്കാറുണ്ട്. അല്ലെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റ് റൈസ് ഇല്ലെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റ് എന്താ ഉണ്ടാക്കുന്നത് അതായിരിക്കും പാക്ക് ചെയ്ത് കൊടുക്കുക. എന്തായാലും ഫുഡ് പാക്ക് ചെയ്ത് കൊടുക്കാറുണ്ട്. അല്ലെങ്കിൽ പിന്നെ എന്തെങ്കിലും പുറത്തുനിന്നായിരിക്കും കഴിക്കുക. അപ്പോൾ നമ്മൾ ഹോംലി ഫുഡ് ആയിരിക്കും ഏറ്റവും ബെറ്റർ. അപ്പോൾ അങ്ങനെയാണ് ഫുഡ് ടിഫിന് കൊണ്ടുപോകാൻ തുടങ്ങിയത്. പിന്നെ അതാണ് എഗ് ബുർജി. അപ്പോൾ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് എഗ് ബുർജി ആയിരുന്നു കേട്ടോ. അപ്പോൾ അവർ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം. എൻ്റെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ നേരത്തെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് നോർമൽ റൈസ്, കുറച്ച് ഈസി ഉപ്പേരി കറി, പിന്നെ കക്ക ഇറച്ചിയാണ്. കക്ക ഇറച്ചി റോസ്റ്റ് ചെയ്തിട്ട് അങ്ങനെ ഉണ്ടാക്കാൻ വിചാരിച്ചു. പക്ഷേ സത്യം പറയാമല്ലോ, ഞാനിത് ഫസ്റ്റ് ടൈമാണ് ഉണ്ടാക്കുന്നത്. ഞാനായിട്ട് വാങ്ങിയിട്ട് ഉണ്ടാക്കിയിട്ടില്ല. ഞാൻ അല്ലെങ്കിൽ എൻ്റെ ഉമ്മ ഉണ്ടാക്കുന്നത് മാത്രമേ ഞാൻ അങ്ങനെ കഴിച്ചിട്ടുള്ളൂ. ഞാൻ ഭയങ്കരമായിട്ട് കഴിച്ചിട്ടുണ്ട്. എൻ്റെ ഫാമിലി ഭയങ്കര സീ ഫുഡിൻ്റെ ഇങ്ങനൊന്നും ഞാൻ അത്ര ഭയങ്കരമായിട്ട് കഴിച്ചിട്ടൊന്നുമില്ല. അപ്പോൾ ഇത് ഉമ്മയൊക്കെ പറഞ്ഞത് നന്നായിട്ട് കഴുകിയിട്ട് ഇത് ബോയിൽ ചെയ്യണം. അപ്പോൾ ഇതിങ്ങനെ തുറന്ന് വരും, അതിൻ്റെ ഷെല്ലൊക്കെ ഇങ്ങനെ തുറന്ന് വരും. പിന്നെ അതിൻ്റെ ഇറച്ചി അങ്ങനെ എടുത്തിട്ട് അതിൻ്റെ ബ്ലാക്ക് എക്സ്ട്രാ ഒരു ഡേർട്ട് ഉണ്ടാവും, അതിങ്ങനെ കളയാം. അതാണ്. പിന്നെ ഈസി ആയിട്ട് നമ്മൾ റോസ്റ്റ് ചെയ്തെടുക്കുക. നല്ല ടേസ്റ്റാണ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാനിങ്ങനെ കഴിക്കാൻ വേണ്ടി ഇങ്ങനെ ആഗ്രഹിച്ചിരിക്കുകയാണ്. അപ്പോൾ ഇത് ഞാൻ സാധാരണ ഫിഷൊക്കെ ഓൺലൈനാണ് വാങ്ങാറ്. ഇവിടെ പുറത്ത് ഇറങ്ങാറില്ല, ഞാൻ ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ താഴെ വരും, നമ്മൾ പോയി അവിടെ നിന്ന് പിക്ക് ചെയ്യുക. അങ്ങനെയാണ്. ഇപ്പോൾ ഫുൾ ഓൺലൈൻ ഷോപ്പിംഗ് ആണ്. അപ്പോൾ നേരത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുമ്പോൾ അതിൻ്റെ ഇടയിൽ എന്തെങ്കിലും കഴിച്ചുകൊണ്ടിരിക്കണം. അപ്പോൾ നമുക്ക് 11 മണിക്ക് ബ്രഞ്ച് കഴിക്കണം. അപ്പോൾ അടിപൊളി മാങ്ങ കിട്ടിയിട്ട് നല്ല മധുരമുള്ള മാങ്ങയായിരുന്നു. അപ്പോൾ അതാണ് ഞാൻ കഴിക്കുന്നത്. അപ്പോൾ മാങ്ങ പറഞ്ഞാൽ എല്ലാവരും ഫേവറേറ്റാണ്. അത് കണ്ടാൽ പിന്നെ താനേ ഓടി വരും. എല്ലാവരും ഒരു മാങ്ങ എടുത്ത് കഴിക്കും. മാങ്ങ സീസണായി ആയാലും മിക്കവാറും നമ്മൾ അത് തന്നെയാണ് കൂടുതൽ വാങ്ങാറ്. അപ്പോൾ ഇന്നത്തെ എൻ്റെ ഡെസേർട്ടും ഇത് വെച്ചിട്ടാട്ടോ, പക്ഷെ ഒരു ട്വിസ്റ്റൊക്കെ ഉണ്ട്. അപ്പോൾ നിങ്ങളെന്തായാലും കാണണം. അപ്പോൾ ഇന്ന് സിമ്പിൾ ലഞ്ചാണ്. മമ്പയറല്ല, ഞാൻ ആദ്യം എപ്പോഴും റോങ് ആയിട്ട് പ്രൊനൗൺസ് ചെയ്യില്ല. മമ്പയറായിരുന്നു, എനിക്ക് അറിയില്ലായിരുന്നു കുറേ മുന്നേ കേട്ടോ, ഇപ്പോഴത്തെ കാര്യമല്ല പറയണേ. അപ്പോൾ ശരിക്കും അത് വൺ പയർ അങ്ങനെയാണ് പ്രൊനൗൺസ് ചെയ്യുക. അപ്പോൾ ഇതാ കക്ക ഇറച്ചി, അത് ബോയിൽ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അത് തുറക്കാൻ വേണ്ടി എൻ്റെ ഷെല്ല്. അപ്പോൾ ഞാൻ കേട്ടത് ഒരു 2 മിനിറ്റ് ആകുമ്പോഴത്തേനും തുറന്ന് വരും. പക്ഷേ 2 മിനിറ്റ് കഴിഞ്ഞു, തുറന്ന് വന്നില്ല. അപ്പോൾ പിന്നെയും വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ വൻപയർ ഞാൻ കുറച്ച് നേരം വെള്ളത്തിൽ, അതിൻ്റെ ആവശ്യമൊന്നുമില്ല, ശരിക്കും വെള്ളത്തിലിട്ടേണ്ട ആവശ്യമൊന്നുമില്ല. പക്ഷേ ഞാൻ കുറച്ച് നേരം ചൂടുവെള്ളത്തിൽ ഇട്ടിട്ടുണ്ടായിരുന്നു, നമുക്ക് പെട്ടെന്ന് കുക്ക് ചെയ്തെടുക്കാമല്ലോ. അപ്പോൾ കുക്കറിൽ നോർമലായിട്ട് നമ്മൾ വേവിക്കുക. വൻപയറും ഇട്ട് കുറച്ച് ഉപ്പിട്ടിട്ട്, വേറെ ഒന്നും പൊടികളിടണ്ട, ഉപ്പിട്ടിട്ട് ജസ്റ്റ് നമുക്ക് വേവിക്കുക. അപ്പോൾ വെള്ളത്തിൽ സോക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരു 2-3 വിസിൽ മതിയാവും. സോക്ക് ചെയ്തിട്ടില്ലെങ്കിൽ പിന്നെ ഒരു 5-6 വിസിൽ വേണ്ടി വരും. അപ്പോൾ ഇന്നത്തെ മെനു വൻപയറും പിന്നെ മോര് കറിയും പിന്നെ കക്ക റോസ്റ്റ്, അത് ഇന്നെൻ്റെ മനസ്സിൽ പ്ലാൻ. അപ്പോൾ മോര് കറി സിമ്പിളായിട്ടുള്ള തൈരും പിന്നെ കുറച്ച് മഞ്ഞളും ഉപ്പും ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിൽ തേങ്ങ അരക്കാത്തുള്ള മോര് കറിയാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. അപ്പോൾ ഇത് ഇങ്ങനെ മിക്സ് ചെയ്തിട്ട് നമുക്കിത് മാറ്റി വെക്കാം. അപ്പോൾ ഞാൻ നമ്മുടെ കക്കൻ്റെ അവസ്ഥ എന്തായി ഒന്ന് പോയി നോക്കണം.
അപ്പോൾ ഇതുവരെ ഇത് തുറന്നിട്ടില്ല. ഇതിലെന്തോ പ്രശ്നമുണ്ട് മനസ്സിലായിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ഡൗട്ട് അടിച്ചിട്ട് ഞാൻ വാങ്ങുന്ന ആളടുത്ത് ഞാൻ ചോദിച്ചു, ഇത് കുറേ നേരമായല്ലോ, ഇത് തുറക്കണില്ലല്ലോ, ഇത് എന്താ സംഭവം? അപ്പോൾ അയാൾ ചോദിച്ചു ഫ്രീസറിൽ വെച്ചിട്ടുണ്ടായിരുന്നോ? അപ്പോൾ ഞാനിത് ഫ്രീസറിൽ വെച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ വ്ളോഗ് എടുക്കുമ്പോൾ റോസ്റ്റ് ഉണ്ടാക്കാൻ വിചാരിച്ചിട്ടാണ്. അപ്പോൾ ഫ്രീസറിൽ വെക്കാൻ പറ്റില്ല, ഉടനെ ഇത് നമ്മളത് ബോയിൽ ചെയ്ത് എടുക്കണമല്ലോ, അത് എനിക്ക് അറിയില്ലായിരുന്നു. അപ്പോൾ ഞാൻ ഇത് ഫസ്റ്റ് ടൈം ഉണ്ടാക്കണം, അപ്പോൾ എനിക്ക് അറിയില്ലായിരുന്നു. അങ്ങനെ കക്ക ഇറച്ചി റോസ്റ്റ് ഫ്ലോപ്പായി. മെനുന്ന് നമ്മൾ മാറ്റിയെടുത്തു. അപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടം. ഞാനങ്ങനെ ഫുഡ് വേസ്റ്റ് ചെയ്യാത്തൊരു ആളാണ്. ഇത് മൊത്തത്തിൽ അതേപോലെ ഡസ്റ്റ്ബിന്നിൽ പോയി കളഞ്ഞു. പിന്നെ തനിക്ക് കല്ലുമ്മക്കായ പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അത് കല്ലുമ്മക്കായൻ്റെ ബേബിയാണ് പറഞ്ഞിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു. പിന്നെ എനിക്ക് കഴിക്കാൻ ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. അങ്ങനെ ആ ഒരു പ്ലാൻ ഫ്ലോപ്പായി മനസ്സിലായി. അപ്പോൾ എൻ്റെ പോലത്തെ കുറേ ആൾക്കാരുണ്ടാവും ഇത് അറിയാത്ത. അതുകൊണ്ട് ഞാൻ ഈ ഒരു വീഡിയോ ഡിലീറ്റ് ചെയ്തിട്ടില്ല. ഞാൻ ആദ്യം വിചാരിച്ചു ഇത് ഡിലീറ്റ് ചെയ്യുക, പിന്നെ വിചാരിച്ചു നിങ്ങൾക്കിത് യൂസ്ഫുൾ ആവും വിചാരിച്ചിട്ടാണ് ഞാൻ ഇതിൽ ആഡ് ചെയ്ത്. വൻപയർ നമുക്ക് ബോയിൽ ചെയ്ത് വെന്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് ഒന്ന് തൂമിച്ചെടുക്കാം. അപ്പോൾ സാധാരണ വെളിച്ചെണ്ണയിൽ കടുകും പിന്നെ വെളുത്തുള്ളി നല്ല ക്രഷ് ചെയ്ത് നല്ല മൂപ്പിച്ചെടുക്കണം കേട്ടോ. ആ ഒരു ബേൺഡ് ഗാർലിക്കിൻ്റെ സ്മെല്ല് വരണം. പിന്നെ ഉണക്കമുളകും പിന്നെ കറിവേപ്പിൻ്റെ ഇല ഇട്ടിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കാം. വെളുത്തുള്ളി നല്ല ആ ഒരു പച്ചമണം പോയിട്ട് നല്ല റോസ്റ്റിൻ്റെ ഒരു സ്മെല്ല് വരണം. പിന്നെ ഇതിൽ നമ്മൾ മുളക് പൊടിയാണ് യൂസ് ചെയ്യുന്നത്, വേറെ ഒരു പൊടികളല്ല, മുളക് പൊടി മാത്രം. ഫസ്റ്റ് നമ്മൾ ഉപ്പിട്ടിട്ടാണ് നമ്മൾ ബോയിൽ ചെയ്ത് പിന്നെ തൂമിക്കുമ്പോൾ മുളക് പൊടി ഇതിലിടണം. അപ്പോൾ നല്ല എരിവുള്ള മുളക് പൊടി ഒരു 2 സ്പൂണും പിന്നെ 1 സ്പൂൺ കശ്മീരി ചില്ലി. ഞാൻ കുറേ കറിയിലേക്ക് കശ്മീരി ചില്ലി നല്ലോണം യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ കശ്മീരി ചില്ലി ഇട്ടാൽ നല്ലൊരു കളർ വരും. അപ്പോൾ നല്ല ഭംഗിയായിരിക്കും ഫുഡൊക്കെ കാണാൻ. അപ്പോൾ ഈ വൻപയറിൽ എന്തായാലും ഞാൻ അത് യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ മുളക് പൊടി സിമ്മിൽ ഇട്ടിട്ടാണ് അത് ചെയ്യേണ്ടത്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഒന്ന് ആ റോസ് സ്മെല്ല് പോകുമ്പോൾ നമുക്ക് വേഗം വൻപയർ ഇതിലിടാം. അത്യാവശ്യം വെള്ളം ഉണ്ട് ഇതിൽ, പക്ഷെ പ്രശ്നമില്ല, അത് വറ്റി പോവും, പ്രശ്നമൊന്നുമില്ല. പക്ഷേ നല്ലോണം വെന്താൽ നമുക്ക് ആ വെള്ളം കളയാം. ഇത് അത്യാവശ്യം കറക്റ്റായിട്ട് വെന്തിട്ട് കിട്ടിയിട്ടുണ്ട്. പിന്നെ ഒന്നുമില്ല, നമ്മൾ വെള്ളം വറ്റുന്ന വരെ നമ്മൾക്കിത് ജസ്റ്റ് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. അങ്ങനെ നമ്മളത് ആ ഉപ്പേരി ഏകദേശം റെഡിയായിക്കൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ മോര് കാച്ചിയത് റെഡിയാക്കുകയാണ്. അപ്പോൾ മോര് കാച്ചിയത് ഏറ്റവും നല്ല ഫ്ലേവർ നമ്മളെ വെളുത്തുള്ളിൻ്റെയാണ്. അപ്പോൾ അത്യാവശ്യം വെളുത്തുള്ളി എടുക്കണം കേട്ടോ. ഫസ്റ്റ് വെളിച്ചെണ്ണയിൽ കടുക്, കുറച്ച് ഉലുവ, കടുക്, പിന്നെ വെളുത്തുള്ളി അത്യാവശ്യം ഉണ്ടെങ്കിൽ നല്ല ടേസ്റ്റ്, നല്ല ഫ്ലേവർ വരും. പിന്നെ ഉണക്കമുളകും കരിവേപ്പിൻ്റെ ഇല ഇട്ടിട്ട് നല്ലോണം ഒന്ന് മൂപ്പിച്ചെടുക്കാം. ആ നല്ലൊരു സ്മെല്ല് വരുമ്പോൾ നമുക്കിതിൽ മോര് ഒഴിക്കാം. നമ്മൾ തൈര് മിക്സ് ഒഴിക്കാം. സാധാരണ ഞാൻ തേങ്ങ ഇട്ടിട്ടാണ് മെയിൻലി ഉണ്ടാക്കാറ്. തേങ്ങ അല്ലെങ്കിൽ കുമ്പളങ്ങ അങ്ങനെയൊക്കെ ചെയ്യാറ്, ഇങ്ങനെയും ചെയ്യാറുണ്ട്. അപ്പോൾ പിന്നെ ഇതാ നമ്മുടെ വൻപയർ റെഡിയാണ്. നിങ്ങളിങ്ങനെ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ എന്തായാലും ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഈ ഒരു കോമ്പിനേഷൻ ഞാൻ ഇന്ന് ഉണ്ടാക്കുന്ന കോമ്പിനേഷൻ നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഇതിൻ്റെ കൂടെ ഇന്ന് ചിക്കൻ പെർലനാണ് ഉണ്ടാക്കുന്നത്. ചിക്കൻ സിമ്പിളായിട്ടുള്ള റെസിപ്പിയാണത്. നല്ല ഫ്ലേവർഫുൾ പ്ലസ് നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഞാൻ എല്ലാം ടേസ്റ്റ് വെറുതെ പറയല്ല, ശരിക്കും ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ നിങ്ങളെന്തായാലും ട്രൈ ചെയ്തിട്ട് എന്തായാലും നോക്കണം. അപ്പോൾ ഇതാ മോര് കറി, പിന്നെ ഓക്കെ മോര് കാച്ചിയത്, ചിക്കൻ നമുക്ക് മാരിനേറ്റ് അല്ല, നമുക്ക് എല്ലാം ഒരുമിച്ചിട്ടിട്ട് ഒന്ന് കുക്കറിൽ വേവിച്ചിട്ട് പിന്നെ നമ്മൾ ജസ്റ്റ് ഒന്ന് എണ്ണയിലൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കുകയാണ്. അതാണ് ചിക്കൻ പെർലൻ. ഭയങ്കര ഈസി റെസിപ്പിയാണ്. അപ്പോൾ എന്തായാലും ഞാൻ ലേറ്റ് ആയിട്ടുണ്ടെന്ന് ഫുള്ള് ഈ കക്കൻ്റെ പിന്നാലെ നടന്നിട്ട്. അപ്പോൾ ഇതിൽ ഇഞ്ചി വെളുത്തുള്ളി ക്രഷ് ചെയ്തിട്ട് പിന്നെ കറിവേപ്പിൻ്റെ അത്യാവശ്യം എത്ര ഇടാൻ പറ്റും അത്ര. പിന്നെ ഞാൻ ഉലുവ ഇട്ടിട്ടുണ്ട്, ചെറിയ സ്പൂൺ ഉലുവ, പിന്നെ മുളക് പൊടി. സാധാരണ നമ്മൾ എന്തൊക്കെ കയ്യിൽ മസാല അതൊക്കെ ഇടാം. മുളക് പൊടി 2 സ്പൂൺ മുളക് പൊടി ഇട്ടിട്ടുണ്ട്. പിന്നെ 1 സ്പൂൺ മഞ്ഞൾപ്പൊടി. ഇതിൽ പ്രത്യേകിച്ച് കണക്കൊന്നുമില്ലെങ്കിൽ സാധാരണ ചിക്കൻ കറി ഉണ്ടാക്കില്ലേ അതൊക്കെയാണ്. പിന്നെ മല്ലിപ്പൊടി 2 സ്പൂൺ ഇട്ടിട്ടുണ്ട് കേട്ടോ. മല്ലിപ്പൊടി 2 സ്പൂൺ ഇട്ടിട്ടുണ്ട്. പിന്നെ ഒരു ഉള്ളി സ്ലൈസ് ചെയ്ത്, പിന്നെ തക്കാളി ചോപ്പ് ചെയ്ത്, പിന്നെ ഇത് നന്നായിട്ട് കൈകൊണ്ട് മിക്സ് ചെയ്യുന്നത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അല്ലെങ്കിൽ സ്പൂൺ കൊണ്ട് മിക്സ് ചെയ്യാൻ നമ്മൾ ആ പൊടികളൊന്നും ശരിക്കും മിക്സ് ആവില്ല. അപ്പോൾ കൈകൊണ്ട് നന്നായിട്ട് സ്ക്വീസ് ചെയ്തെടുക്കുക.
ഇനി ഇത് നമ്മൾ കുക്കറിലേക്ക് മാറ്റിയിട്ട് ഒരു 2 വിസിൽ വെച്ചാൽ മതി. അത് ഈസി ആൻഡ് ടേസ്റ്റി ചിക്കൻ പെരല. സാധാരണ ടൈമൊന്നുമില്ലെങ്കിൽ പെട്ടെന്ന് തന്നെ കൂടുതൽ ഉണ്ടാക്കാറ്, നല്ല ടേസ്റ്റാണ്. അപ്പോൾ 2 വിസിൽ മതിയാവും കേട്ടോ. അതിൻ്റെ ഇടയിൽ എനിക്ക് ഷെയ്ഖാൻ്റെ കോൾ വന്നു. ഷെയ്ഖ പറഞ്ഞു വാക്സിനേഷൻ റെഡി ആയിട്ടുണ്ട്, മിക്കവാറും കിട്ടാൻ ചാൻസ് ഉണ്ട്, അപ്പോൾ വേഗം റെഡി ആയിക്കോ എന്നോട് പറഞ്ഞു. അപ്പോൾ സംഭവം അപ്പോൾ ചിക്കൻ ഞാൻ ഉണ്ടാക്കിയിട്ടില്ല, ജസ്റ്റ് കുക്കറിൽ വേവിച്ച് പിന്നെ വൻപയർ ഓൾറെഡി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ വേഗം ഒരു പർദ്ദ ഇട്ട് വേഗം ഇറങ്ങി. അപ്പോൾ ഷെയ്ഖക്ക് ഓൾറെഡി താഴെ എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ വാക്സിനേഷൻ ഉറപ്പില്ല പറഞ്ഞു, ചിലപ്പോൾ കിട്ടാൻ ചാൻസ് ഉണ്ട്. നമ്മൾ കോവിഷീൽഡ് അടിക്കാൻ പോകണല്ലേ, കിട്ടുമെന്ന് വിചാരിക്കാം. ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ആണോ? അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ കോൾ വന്നാണോ? പോയി നോക്കാം. നല്ല മഴ ഉണ്ടല്ലേ, ഇങ്ങനെ പുറത്ത് ഇറങ്ങുമ്പോൾ ഒരു നല്ല റിഫ്രഷിങ് ആയിട്ട് തോന്നുന്നുണ്ട്. കോഴിക്കോട് റോഡ്. ഹലോ. അപ്പം ഞാനിങ്ങനെ വരാൻ കാരണം എന്താ അറിയോ, നിങ്ങൾക്ക് ഇംഗ്ലീഷ് സംസാരിക്കാൻ താല്പര്യമുണ്ടോ? ഇംഗ്ലീഷ് കമ്മ്യൂണിക്കേഷൻ നിങ്ങളത് മോശമാണോ? നിങ്ങൾ ഇംഗ്ലീഷ് സംസാരിക്കുമ്പോൾ കോൺഫിഡൻസ് വരുന്നില്ല, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു പേടിയുണ്ട് സംസാരിക്കുമ്പോൾ, ശരിയാവോ തെറ്റാണോ മോശമല്ലേ ആൾക്കാർ എന്താ വിചാരിക്കുക, അങ്ങനത്തെ കുറേ കാര്യങ്ങളുണ്ട്. പിന്നെ ഇതുവരെ പഠിക്കാൻ പറ്റിയിട്ടില്ല, കുട്ടികളായി അങ്ങനെയായി, സമയം കിട്ടണില്ല, പിന്നെ അതൊക്കെ അവിടെ പോയി ജോയിൻ ചെയ്യണമല്ലോ, ആപ്പ് ഡൗൺലോഡ് ചെയ്യാൻ ഒന്നും നടക്കില്ല, അങ്ങനത്തെ കുറേ പ്രശ്നങ്ങളുണ്ടോ നിങ്ങൾക്ക്? പക്ഷേ ഇംഗ്ലീഷ് പഠിക്കാൻ ഭയങ്കര ആഗ്രഹമുണ്ട്, പക്ഷെ നടക്കണില്ല. ഇനി നടക്കും. ഇംഗ്ലീഷ് മിത്ര അവർ ഇംഗ്ലീഷ് ലേണിംഗ് കോഴ്സ് ഉണ്ട് ത്രൂ വാട്സപ്പ് നമ്മൾ ഡെയിലി യൂസ് ചെയ്യുന്ന ഒരു ആപ്പാണ്. ആ ആപ്പിലൂടെ നമ്മൾ ഇംഗ്ലീഷ് പഠിക്കാൻ പോവാണ്, കമ്മ്യൂണിക്കേഷൻ ഇമ്പ്രൂവ് ചെയ്യാൻ പോവാണ്. ഇറ്റ്സ് എ ബിഗ് തിങ്. അത് അടിപൊളി ഒരു സംഭവമാണ് സീരിയസ്ലി. അപ്പോൾ നിങ്ങൾക്കിപ്പോൾ ഇംഗ്ലീഷ് നിങ്ങൾ സംസാരിക്കാൻ മോശമാണെങ്കിൽ നിങ്ങളിത് ജോയിൻ ചെയ്യുക. വാട്സപ്പിലൂടെ അത് ഇംഗ്ലീഷ് അവർ പഠിപ്പിക്കുന്നത്, നമ്മൾ ഇംഗ്ലീഷ് കമ്മ്യൂണിക്കേഷൻ ലെവൽ ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത് മാത്രമല്ല, അവർക്ക് ആൾക്ക് ഒരു പേഴ്സണൽ ട്രെയിനർ ആയിരിക്കും. അപ്പോൾ അതിലും ഒരു മടി ഉണ്ടാവില്ല. നമ്മൾ എല്ലാ കാര്യങ്ങളും അവരോട് ഡിസ്കസ് ചെയ്യാം. എത്ര ബേസിക് ലെവലാണെങ്കിൽ നമുക്ക് ബേസിക് ട്രെയിനേഴ്സ് ഉണ്ടാവും. ഹൈ അഡ്വാൻസ് ലെവലാണെങ്കിൽ, ഇപ്പോൾ നമ്മൾ അഡ്വാൻസ് അത്യാവശ്യം നല്ല ഇംഗ്ലീഷ് അറിയാം, പക്ഷേ എവിടെയോ ചെറിയൊരു പ്രശ്നമുണ്ട്. അപ്പോൾ നമുക്ക് അഡ്വാൻസ് ലെവൽ ട്രെയിനേഴ്സ് ഉണ്ട്. അപ്പോൾ മീഡിയം ആണെങ്കിൽ മീഡിയം ട്രെയിനേഴ്സ് ഉണ്ട്. അപ്പോൾ അങ്ങനെ നമുക്ക് ഒരാൾക്ക് പേഴ്സണൽ ട്രെയിനേഴ്സ് ഉണ്ട്. പിന്നെ അവർ 9 to 11 9 o'clock to 11 o'clock വരെ നമ്മൾ ഓൾവേസ് അവർ അവൈലബിൾ ആണ്. നമുക്ക് എന്ത് ഡൗട്ടും കാര്യങ്ങളുണ്ടെങ്കിൽ അവർ ഹെൽപ്പ് ചെയ്യാനുണ്ടാവും. പിന്നെ അത് മാത്രമല്ല 2 മാസം കൊണ്ട് നിങ്ങൾക്ക് ഇംഗ്ലീഷ് പഠിക്കാം. ഇപ്പോൾ 2 മാസം നിങ്ങൾക്ക് ഈ കോഴ്സ് നിങ്ങൾക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ലെങ്കിൽ 6 മാസം 6 months വാലിഡിറ്റി ഉണ്ട്. ഈ 6 monthsനുള്ളിൽ നിങ്ങൾക്ക് തീർത്താൽ മതി നിങ്ങളുടെ കോഴ്സ്. അപ്പോൾ ഇത്രയും ഫെസിലിറ്റീസ് ഉണ്ട്. അത് മാത്രം ലേഡീസിനും കുട്ടികൾക്ക് വരെ സ്പെഷ്യൽ വേറെ ട്രെയിനിങ് ഉണ്ട്, സ്പെഷ്യൽ ഫെസിലിറ്റീസ് ഉണ്ട്. പിന്നെ നിങ്ങൾ ഏത് സ്ഥലത്തായാലും ഏത് കൺട്രിയിലായാലും നിങ്ങൾക്ക് ഈ ഫെസിലിറ്റി യൂസ് ചെയ്യാം. വേൾഡിൽ എവിടെയാണെങ്കിലും ഈ ഫെസിലിറ്റി യൂസ് ചെയ്യാം. അപ്പോൾ അത്രയും ബെസ്റ്റ് ന്യൂസാണ് അത്. വാട്സപ്പിൽ നിങ്ങൾക്ക് ഇംഗ്ലീഷ് പഠിക്കാം. ഒരു പേഴ്സണൽ ട്രെയിനേഴ്സ്. ശരിക്കും ഇംഗ്ലീഷ് പഠിക്കുക നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്താൽ മാത്രം പഠിക്കുള്ളൂ. നമ്മൾ വെറുതെ വായിച്ചിട്ടോ അങ്ങനെയല്ല പഠിക്കുക. ഗ്രാമറൊന്നും പഠിച്ചിട്ട് കാര്യമില്ല. നമ്മൾ ഡെയിലി കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ട് നമ്മൾ കറക്റ്റ് ചെയ്യാൻ ഒരാളുണ്ടെങ്കിൽ ബെസ്റ്റ് അല്ലേ? അങ്ങനെ ഒരു പേഴ്സണൽ ട്രെയിനർ നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ എത്ര പെട്ടെന്നാണ് നിങ്ങൾ പഠിക്കുക. അപ്പോൾ നിങ്ങൾ ഇപ്പം തന്നെ നിങ്ങൾ ഇംഗ്ലീഷ് ഇമ്പ്രൂവ് ചെയ്യുക, കോൺഫിഡൻസ് ലെവൽ തിരിച്ചു കൊണ്ടുവരിക, ആൾക്കാരുടെ ഇടയിലേക്ക് ഇങ്ങനെ കോൺഫിഡൻസ് ആയിട്ട് സംസാരിക്കുക. താല്പര്യമില്ലേ? അപ്പോൾ ഇംഗ്ലീഷ് മിത്ര ജോയിൻ ചെയ്യാം. ഇംഗ്ലീഷ് മിത്ര എല്ലാ ഡീറ്റെയിൽസും കാര്യങ്ങളും ഞാൻ വാട്സാപ്പിൽ കമൻസിൽ ഞാൻ ഇടുന്നുണ്ട്. പിന്നെ അത് മാത്രമല്ല ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ എല്ലാ ഡീറ്റെയിൽസും കാര്യങ്ങളും ഇടുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്യുക, എന്തായാലും ജോയിൻ ചെയ്യുക. ഇപ്പോൾ തന്നെ നിങ്ങൾ ഇംഗ്ലീഷ് ഇമ്പ്രൂവ് ചെയ്യുക, കോൺഫിഡൻസ് ലെവൽ തിരിച്ചു കൊണ്ടുവരിക. ഇംഗ്ലീഷ് മിത്ര, ബെസ്റ്റ് ഓഫ് ലക്ക്. അപ്പോൾ മിംസിലായിരുന്നു നമുക്ക് കിട്ടിയത്. കോവിഷീൽഡാണ് അടിക്കാൻ പോകുന്നത്. അപ്പോൾ മിംസ് എത്തിയിട്ടുണ്ട്.
അത്യാവശ്യം നല്ല തിരക്കാണ്. അപ്പോൾ അവിടെ എത്തിക്കഴിഞ്ഞാൽ നമ്മൾ രജിസ്ട്രേഷൻ നമ്പർ അത് അവർക്ക് കൊടുത്തിട്ട് അവർ നമുക്കൊരു ടോക്കൺ നമ്പർ തരും. അപ്പോൾ ഏകദേശം നമുക്ക് 900 സംതിങ് ആയി ടോക്കൺ നമ്പർ. നല്ല തിരക്ക്, നല്ല റഷായിരുന്നു. അത്യാവശ്യം നമ്മളൊരു 2 മണിക്കൂറൊക്കെ വെയിറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഒന്ന് നമ്പർ വിളിച്ചപ്പോൾ പിന്നെ വേഗം തീർന്നു. ഫസ്റ്റ് വെരിഫിക്കേഷൻ ആയിരുന്നു. അവർ നമ്മളെ അഡ്രസ്സും കാര്യങ്ങളൊക്കെ വെരിഫൈ ചെയ്യും. അത് കഴിഞ്ഞിട്ട് പിന്നെ സ്ട്രെയിറ്റ് വാക്സിനേഷനാണ്. അപ്പോൾ ലേഡീസ് ജെൻസും സെപ്പറേറ്റ് ആയിരുന്നു. വാക്സിനേഷനൊക്കെ വേഗം കഴിഞ്ഞു, അങ്ങനെ പ്രശ്നങ്ങളൊന്നും ഇല്ലായിരുന്നു. അവർ പറഞ്ഞു വാക്സിനേഷൻ കഴിഞ്ഞാൽ പിന്നെ ഒരു 10 മിനിറ്റ് അവർ വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു. അങ്ങനെ എൻ്റെ വാക്സിനേഷൻ കഴിഞ്ഞു. ഒരു 10 മിനിറ്റ് വെയിറ്റ് ചെയ്യാൻ കാരണം എന്തെങ്കിലും സൈഡ് എഫക്ട്സ് ഉണ്ടെങ്കിൽ അവിടെ തന്നെ ഡോക്ടേഴ്സും കാര്യങ്ങൾ അപ്പം തന്നെ കാണിക്കാൻ വേണ്ടിയിരുന്നു അങ്ങനെ പറഞ്ഞത്. പിന്നെ കുറച്ച് നേരം നമ്മളൊരു 5 മിനിറ്റൊക്കെ വെയിറ്റ് ചെയ്ത് പിന്നെ നമ്മൾ തിരിച്ചു പോന്നു. അങ്ങനെ നമ്മൾ 2 പേര് ഫസ്റ്റ് ഡോസ് എടുത്ത് കഴിഞ്ഞിട്ടുണ്ട്, കോവിഷീൽഡ്. അങ്ങനെ തിരിച്ച് വീട്ടിലെത്തി, ബാക്ക് ടു കിച്ചൺ. ഒന്ന് കുളിയൊക്കെ ഫ്രഷ് ആയിട്ട് കിച്ചണൊക്കെ അതേപോലെ ഞാൻ ഇട്ട് പോന്നിരുന്നു, പെട്ടെന്ന് പോന്നിരുന്നു. അപ്പോൾ പിന്നെ ക്ലീനിങ് ഒന്നും കഴിഞ്ഞിട്ടില്ലായിരുന്നു. അപ്പോൾ എനിക്ക് വേണ്ടി ഞാൻ വേഗം ദോശ ഉണ്ടാക്കാൻ, എൻ്റെ ഫുഡ് കഴിക്കുന്ന സമയം ഒരു കറക്റ്റ് സമയമുണ്ട്, അത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ വേഗം എൻ്റെ ഫുഡ് തീർക്കുകയായിരുന്നു. അപ്പോൾ നോർമൽ ഗോതമ്പ് ദോശ അല്ലെങ്കിൽ ചപ്പാത്തി ആയാലും കുഴപ്പമില്ല, പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഗോതമ്പ് ദോശയാണ്. അപ്പോൾ അതും മീൻ കറി പിന്നെ വൻപയറായിരുന്നു. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ചിക്കൻ പെരലൻ ഉണ്ടാക്കി നോക്കാം. പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ ഓൾറെഡി ചിക്കൻ വന്ന് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത്യാവശ്യം വെളിച്ചെണ്ണ ഒഴിക്കുക, അതിൽ നമ്മൾ തേങ്ങാ കൊത്തിടണം. അതിലൊരു പ്രത്യേക ടേസ്റ്റ് ആട്ടോ, അത് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കി. ബീഫായാലും ചിക്കനായാലും നമ്മൾ എണ്ണയിൽ വെളിച്ചെണ്ണയിൽ ഈ തേങ്ങാ കൊത്തിട്ടാൽ നല്ല മൂപ്പിച്ചെടുത്താൽ നല്ലൊരു ടേസ്റ്റാണ്, ഡിഫറെൻറ്റ് ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ തേങ്ങാ കൊത്ത് നല്ല ബ്രൗൺ കളർ ആകുമ്പോൾ നമ്മൾ ഈ ഉള്ളി ഇടുക. അപ്പോൾ ഏകദേശം ഇപ്പോൾ ഒരു 2 ഉള്ളി ഉണ്ടാവും. 2 ഉള്ളി സ്ലൈസ് ചെയ്തിട്ട് അത് നന്നായിട്ട് ഒന്ന് ഇതായി വരണം, നല്ല സോട്ട് ചെയ്തെടുക്കണം. കുറച്ച് ഉപ്പിട്ട് നന്നായിട്ട് സോട്ട് ചെയ്യാം. പിന്നെ ഞാൻ കുറച്ച് മീറ്റ് മസാല ഉണ്ടായിരുന്നു, അപ്പോൾ മീറ്റ് മസാല ഇടാം കേട്ടോ. അപ്പോൾ നിങ്ങൾ ഇത് ഓപ്ഷനാണ്, ഉണ്ടെങ്കിൽ മാത്രം ഇട്ടാൽ മതി. അപ്പോൾ കുറച്ച് നല്ലതായിട്ട് ഫ്ലേവർ കിട്ടും. അപ്പോൾ ഞാൻ അതിൽ മീറ്റ് മസാല ഇട്ടിട്ടുണ്ട്. പിന്നെ ഒരു ചെറിയ സ്പൂണ് ഞാൻ ഗരം മസാല ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഈ നമ്മൾ ഉള്ളി വഴറ്റുന്ന സമയത്ത് അത് ഇട്ടിട്ടുണ്ട്, അത് ഓപ്ഷനാണ്, പക്ഷേ ഇട്ടാൽ നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഏകദേശം ആ നല്ലൊരു സ്മെല്ല് വരുമ്പോൾ നമ്മൾ വേവിച്ച ചിക്കൻ അതിലേക്ക് ഇടുക. കുറച്ച് വെള്ളമൊക്കെ ഉണ്ടാവും, പക്ഷേ പ്രശ്നമില്ല, നമുക്കത് ലാസ്റ്റ് വറ്റിച്ചെടുക്കാം. അപ്പോൾ നന്നായിട്ട് ഇത് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. പിന്നെ നമ്മളിതിലൊന്നും ചെയ്യേണ്ട, ഇത് വെള്ളം വറ്റുന്ന വരെ നമ്മളിത് മിക്സ് ചെയ്തുകൊണ്ടിരിക്കുക. അവിടെ ലോ ഫ്ലെയിമിൽ വെച്ചാൽ മതി. അപ്പോൾ ചിക്കൻ നമ്മൾ പെരലൻ റെഡിയാവും. അപ്പോൾ അതാ നമ്മളെ ഈസി ചിക്കൻ പെരലൻ റെഡിയാണ്. ഇതേ കൺസിസ്റ്റൻസിയിൽ വെച്ചാൽ മതി, സെമി ഡ്രൈ. കുറച്ച് ഗ്രേവി വേണമെങ്കിൽ കുറച്ച് ഗ്രേവി എല്ലാ സമയത്തും ജസ്റ്റ് ഓഫ് ചെയ്താൽ മതി. പക്ഷേ ഇങ്ങനെയാണ് ടേസ്റ്റ്. അപ്പോൾ നല്ല ഫ്ലേവറുള്ള അടിപൊളി സാധനമാണ്. ലാസ്റ്റ് പണി വേസ്റ്റ് ഇടുക. അപ്പോൾ അതിനെ നമ്മൾ ജസ്റ്റ് താഴെ പോകുമ്പോൾ ഭയങ്കര റിഫ്രഷിംഗ് ആണ്. താഴെ ഇപ്പോൾ ആരും അങ്ങനെ വരാറില്ല, അതുകൊണ്ട് അങ്ങനെ പേടിക്കാനൊന്നുമില്ല. അപ്പോൾ കുറച്ചേരം അവിടെ ടൈം സ്പെൻഡ് ചെയ്തു. അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ലാസ്റ്റിൽ ഞാൻ ഒരു അടിപൊളി ഡെസേർട്ട് കാണിക്കാൻ പോവാണ്. ഒന്ന് കഴിച്ചാൽ പിന്നെ കഴിച്ചുകൊണ്ടിരിക്കും, അങ്ങനെയാണ് ഈ ഒരു ഡെസേർട്ട്. ഇതിൻ്റെ പേര്, ഇത് തായ്ലൻഡ് സ്ട്രീറ്റ് ഫുഡാണ്. തായ്ലൻഡ് റോട്ടി പറയുന്ന ഒരു അടിപൊളി ടേസ്റ്റ്. ശരിക്കും ഞാനൊരു മധുരത്തിൻ്റെ ആളല്ല, പക്ഷേ ഇത് നല്ല ടേസ്റ്റാണ്. പിന്നെ ഇത് കഴിച്ചുകൊണ്ടിരിക്കും, ഭയങ്കര റിച്ച് സാധനമാണ്. അപ്പോൾ നമുക്കിതിൽ ആവശ്യമുള്ള സാധനങ്ങളാണ് മൈദ, പിന്നെ കണ്ടൻസ് മിൽക്ക് ഇപ്പോൾ എല്ലാ സ്ഥലത്തും വാങ്ങാൻ കിട്ടുമല്ലോ. കണ്ടൻസ് മിൽക്ക്, ഒരു മുട്ട,
പിന്നെ ബട്ടർ, പിന്നെ മാങ്ങ ഉണ്ടെങ്കിൽ മാങ്ങ എന്തായാലും വേണം കേട്ടോ. ഇപ്പം മാങ്ങ സീസൺ ആയതുകൊണ്ടാണ് ഞാൻ ഇതൊന്ന് കാണിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇത് 2 കപ്പ് എടുത്ത് നോക്കാം. ശരിക്കും ഒരു ചെറിയ ഫാമിലി ആണെങ്കിൽ 1 കപ്പ് മതിയാവും. പക്ഷേ നമുക്ക് 2 കപ്പ് എടുക്കുക. 2 കപ്പ് മൈദ എടുത്തിട്ട് പിന്നെ ബട്ടർ റൂം ടെമ്പറേച്ചർ ആവണം. അപ്പോൾ കുറച്ച് ബട്ടർ മതി. ബട്ടർ എടുത്തിട്ട് നമ്മൾ നന്നായിട്ട് അതൊന്ന് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ ഇത് ഈസി റെസിപ്പിയാണ്. ഇതിൽ ഒരു ബുദ്ധിമുട്ടും കാര്യങ്ങളൊന്നും. കണ്ടൻസ് മിൽക്ക് പിന്നെ നമുക്ക് അവൈലബിൾ ആയതുകൊണ്ട് എല്ലാ സ്ഥലത്തും അവൈലബിൾ ആണല്ലോ, അങ്ങനെ കിട്ടാവുന്ന ബുദ്ധിമുട്ടില്ല. പിന്നെ ഇതിൽ കുറച്ച് പഞ്ചസാര, 1 സ്പൂൺ മതിയാവും. കുറച്ച് പഞ്ചസാര, കുറച്ച് ഉപ്പും. 1 സ്പൂൺ പഞ്ചസാര, 1 സ്പൂൺ ഉപ്പും. 1 സ്പൂൺ തന്നെ 1 ടേബിൾ സ്പൂൺ പഞ്ചസാരയും പിന്നെ 1 ടീസ്പൂൺ ഉപ്പ്. പിന്നെ ഒരു മുട്ട ഇടാൻ കാരണം ഒന്ന് സോഫ്റ്റ് ആവാൻ വേണ്ടിയാണ്. അപ്പോൾ ഹാർഡ് പാൻ കേക്ക് അല്ല, ഹാർഡ് റോട്ടി വേണം. നമുക്ക് സോഫ്റ്റ് ആയിട്ടുള്ളൊരു റോട്ടിയാണ് വേണ്ടത്. അപ്പോൾ തായ്ലൻഡ് റോട്ടിയാണ് ഈ ഒരു ഡെസേർട്ടിൻ്റെ പേര്. തായ്ലൻഡ് റോട്ടി അല്ലെങ്കിൽ തായ്ലൻഡ് പാൻ കേക്ക്, അതാണ്, സ്ട്രീറ്റ് ഫുഡാണിത്. പിന്നെ ഇളം ചൂടുവെള്ളം, തിളച്ച വെള്ളമല്ല, ഇളം ചെറിയൊരു ചൂടുള്ള വെള്ളമാണ് ഞാനതിൽ ഒഴിക്കുന്നത്. അപ്പോൾ കുറച്ച് ഒഴിച്ചിട്ട് ഇങ്ങനെ മിക്സ് ചെയ്തെടുക്കുക. നമ്മൾ സാധാരണ ചപ്പാത്തി മാവ് കുഴക്കണ പോലെ സാധാരണ പോലെ കുഴച്ചെടുക്കുക കേട്ടോ. അപ്പോൾ ഇങ്ങനെ കുഴച്ച് കഴിഞ്ഞിട്ട് ലാസ്റ്റിൽ നമ്മൾ കുറച്ച് എണ്ണ ഇങ്ങനെ ഡ്രൈ ആവാതെ ഇരിക്കാൻ വേണ്ടി ഇങ്ങനെ എണ്ണ മൊത്തത്തിലൊന്ന് തേച്ച് കൊടുക്കുക. പിന്നെ ഇത് റെസ്റ്റ് ചെയ്യുന്ന ആവശ്യമൊന്നുമില്ല. നമുക്ക് ജസ്റ്റ് ഒന്ന് 5 മിനിറ്റ്സ് നമുക്ക് ജസ്റ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കുക. പിന്നെ ഇതിൽ വേണ്ട പഴുത്ത മാങ്ങയാണ്. അപ്പോൾ മാങ്ങ ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്താൽ മതി. പിന്നെ കണ്ടൻസ് മിൽക്ക് നമ്മൾ മെയിൻ സാധനമാണ് അതിൽ. പിന്നെ വീണ്ടും ഒന്ന് ജസ്റ്റ് ഒന്ന് അങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് ഇങ്ങനെ റൗണ്ടാക്കി എടുക്കുക. ഒരു സ്മൂത്ത് ഡവ് ആക്കി എടുക്കാം കേട്ടോ അത്. അപ്പോൾ കൗണ്ടർ ടേബിളിൽ നമ്മൾ കുറച്ചൊന്ന് എണ്ണ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ ഇത് നമ്മൾ വെറുതെ ഒന്ന് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ ഈ ഒരു ഇതിൽ നമുക്കൊരു 5-6 തായ് പാൻ കേക്ക്സ് ഉണ്ടാക്കാൻ പറ്റും. നമുക്ക് ഫസ്റ്റ് നമുക്ക് ഉണ്ടാക്കാൻ സ്റ്റാർട്ട് ചെയ്യാം. ഇതാണ് ഇതിൻ്റെ ഒരു ബുദ്ധിമുട്ടുള്ള കാര്യം, പരത്തുന്നത്. പക്ഷേ നമുക്ക് പൊറാട്ട വീശാൻ അറിയുണ്ടെങ്കിൽ അത് ഭയങ്കര സിമ്പിളാണ്. ഞാനൊന്നും അത്ര എക്സ്പേർട്ട് അല്ല. അപ്പോൾ ഞാനിത് ഇങ്ങനെ പരത്തിയെടുക്കുക ചെയ്യും നന്നായിട്ട്. ഇതിൽ മെയിനായിട്ടുള്ള എന്താ ചെയ്യേണ്ടത് എന്നാൽ ഭയങ്കര തിന്നായിട്ട്, കട്ടിലല്ല, നല്ല തിന്നായിട്ട് ഇങ്ങനെ പേപ്പർ പോലെ നല്ല തിന്നായി, നമുക്ക് എത്രയും തിന്നാക്കാൻ പറ്റും അത്രയും തിന്നായിട്ട് പരത്താം കേട്ടോ. ഇനി അതിൻ്റെ ഇടയിൽ ഓട്ട കീറി അങ്ങനെ ആയാലും ഒരു പ്രശ്നമില്ല. ജസ്റ്റ് നമ്മൾ ഫസ്റ്റൊക്കെ നമ്മളെന്തായാലും കീറിയൊക്കെ പോവും, അല്ല അവിടെ ഓട്ടൊക്കെ ആയി പോവും. പക്ഷെ അത് പ്രശ്നമില്ല. നമ്മൾ നല്ല തിന്നായിട്ട് ഇതേപോലെ നല്ല ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം കേട്ടോ, അല്ലെങ്കിൽ അവിടെ ഒട്ടി പിടിക്കും. അപ്പോൾ ഇതേപോലെ നന്നായിട്ട് ഇങ്ങനെ തിന്നായിരിക്കുക. പിന്നെ ഒരു കാര്യം, നമ്മൾ ചട്ടി, ഞാൻ വലിയ ചട്ടിയാണ് എടുത്തത്, വലിയ പാനാണ് എടുത്തത്. അപ്പോൾ ഇത്ര വലിയ പാനാണ്, അപ്പോൾ പത്തിരി ചട്ടിയാണത്. അപ്പോൾ ചെറുതാണെങ്കിൽ ചെറുതായിട്ട് ചെറിയ ബോൾസ് എടുത്തിട്ട് സ്പ്രെഡ് ചെയ്താൽ മതി, നമ്മളെ ചട്ടിയിൽ കൊള്ളൂലല്ലോ. അപ്പോൾ എത്ര വലുപ്പമുണ്ട് ചട്ടി ആ അനുസരിച്ചിട്ട് നിങ്ങൾ പരത്തിയാൽ മതി. അപ്പോൾ ഞാൻ അത്യാവശ്യം നല്ല തിന്നായിട്ട് പരത്തിയിട്ടുണ്ട്. പിന്നെ ബട്ടർ, നമ്മൾ പാനിൽ കുറച്ച് ബട്ടറും കുറച്ച് ഓയിലും, ഇത് ഞാൻ പറഞ്ഞത് റിച്ച് സാധനമാണ്. അപ്പോൾ അത്യാവശ്യം ഓയിലും അത്യാവശ്യം ബട്ടറൊക്കെ ഇതിൽ ആവശ്യമുണ്ട്. അപ്പോൾ ഇങ്ങനെ ഓയിലിങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ നല്ല കെയർഫുള്ളി ആയിട്ട് ശ്രദ്ധിച്ചിട്ട് നമ്മൾ ഈ പരത്തി വെച്ച മാവ് അതേപോലെ എടുക്കുക. അത്ര ബുദ്ധിമുട്ടൊന്നുമില്ല കേട്ടോ, വിചാരിക്കുന്ന പോലെ ഒന്നുമില്ല, അത്ര പ്രശ്നമൊന്നുമില്ല. പിന്നെ സൈഡിലേക്ക് ചിലപ്പോൾ ചുരുണ്ടിങ്ങനെ വരുമ്പോൾ അപ്പം തന്നെ വേഗം അത് ഇങ്ങനെ നീർത്തിയിടുക, അല്ലെങ്കിൽ പിന്നെ അതവിടെ വെന്ത് പോവും. അപ്പോൾ എൻ്റെ പാൻ കേക്കിൽ ഇത് പെർഫെക്റ്റ് ആയിട്ടാണ്, അതുകൊണ്ട് ഞാൻ വലുത് ഉണ്ടാക്കുന്നത്. അപ്പോൾ നിങ്ങൾ പാന് ചെറുതാണെങ്കിൽ നിങ്ങൾ ചെറുതായിട്ട് പരത്തിയാൽ മതി. പക്ഷേ ഈ പത്തിരി ചട്ടി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നന്നായിട്ട് വലുപ്പം അടിപൊളിയായിട്ട് കിട്ടും, ഉണ്ടാവില്ല. അപ്പോൾ ഏകദേശം വന്ന് വരുമ്പോൾ നമ്മൾ മാംഗോ കട്ട് ചെയ്ത് വെച്ചിട്ടില്ലേ, അതിങ്ങനെ അതിൻ്റെ സെൻറ്ററിലായിട്ട് ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക.
അതിന് കണക്കൊന്നുമില്ല, ജസ്റ്റ് ഒന്ന് ഫില്ല് ചെയ്യുന്ന രീതിയിൽ ആക്കി കൊടുക്കാം. പിന്നെ ഇതേപോലെ നമ്മൾ ബോക്സ് എങ്ങനെ മടക്കി വെക്കുക അതേപോലെ ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കുക, 2 സൈഡിലും പിന്നെ മറ്റേ സൈഡിലും ഇതേപോലെ ചെയ്യാം കേട്ടോ. ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. പിന്നെ ഇത് നല്ല ക്രിസ്പി ആവണം. അപ്പോൾ നമ്മൾ ലോ ഫ്ലെയിം അല്ലെങ്കിൽ ഫുൾ ഫ്ലെയിമിൽ വെച്ചിട്ട് അത്യാവശ്യം ബട്ടർ തേച്ചാലാണ് ഇതിൽ നല്ലൊരു ക്രിസ്പിനെസ് വരുള്ളൂ. അപ്പോൾ ക്രിസ്പിനെസ്സാണ് അതിൽ മെയിനായിട്ടുള്ള സംഭവം. നല്ല ടേസ്റ്റാണ്, നല്ല ചൂട്, നല്ല ക്രിസ്പി. പിന്നെ അതാ അത്യാവശ്യം നല്ല ക്രിസ്പി ആയിട്ട് നമുക്ക് മനസ്സിലാവും. ആ സൗണ്ട് കേട്ടില്ലേ, അത് നല്ല ക്രിസ്പി ആയിട്ടുണ്ട്. അപ്പോൾ ഇതാ നമ്മൾ ഫസ്റ്റ് പാൻ കേക്ക് അല്ലെങ്കിൽ ഫസ്റ്റ് തായ് റോട്ടി റെഡിയാണ്. അപ്പോൾ ഇതേപോലെ സ്ക്വയർ ആക്കിയിട്ട് കട്ട് ചെയ്യുക. ഈ രീതിയിലാണ് കട്ട് ചെയ്യൽ. ഫസ്റ്റ് ഇങ്ങനെ 3 പീസായിട്ട് ഇങ്ങനെ കട്ട് ചെയ്യുക. പിന്നെ അത് നമ്മൾ സ്ക്വയർ ഷേപ്പിൽ ഇങ്ങനെ കട്ട് ചെയ്തെടുത്താൽ മതി. അത് കട്ട് ചെയ്യുമ്പോൾ നിങ്ങൾ സൗണ്ട് കേൾക്കുന്നുണ്ടാവും, നല്ല ക്രിസ്പി ആട്ടോ. കട്ട് ചെയ്യുമ്പോൾ ആ സൗണ്ടൊക്കെ കേൾക്കുന്നുണ്ട്. അപ്പോൾ നല്ല ചൂടായിരിക്കും. അപ്പോൾ നമുക്കത് ഒരു ചട്ടൊക്കെ എടുത്തിട്ട് ഇങ്ങനെ സപ്പോർട്ട് ചെയ്തിട്ട് ഇങ്ങനെ കട്ട് ചെയ്താൽ മതി. മെയിൻ ഒരു സാധനമാണ് കണ്ടൻസ് മിൽക്ക്. ഇതേപോലെ കട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ കണ്ടൻസ് മിൽക്ക് ഇതേപോലെ മുകളിൽ കൂടെ ഇങ്ങനെ എന്താ പറയുക ഒഴിച്ചു കൊടുക്കുക. നല്ല റിച്ച് സാധനം ഞാൻ ആദ്യമേ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഡയറ്റൊക്കെ ഉണ്ടെങ്കിൽ കഴിക്കാൻ പറ്റില്ല, ഞാനൊന്നും കഴിച്ചിട്ടില്ല. അപ്പോൾ മക്കളും എല്ലാവരും കഴിച്ചിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ കണ്ടൻസ് മിൽക്ക് ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാൻ വീണ്ടും ഒന്ന് കാണിക്കുക ഇത് എങ്ങനെയാണ്. ഇതേപോലെ നന്നായിട്ട് തിന്നായിട്ട് പരത്തിയെടുക്കുക കേട്ടോ. പരത്താൻ അങ്ങനെ ബുദ്ധിമുട്ടൊന്നുമില്ല, ജസ്റ്റ് ഇങ്ങനെ നന്നായിട്ട് പരത്തിയാൽ മതി. വീശാൻ അറിയുന്നുണ്ടെങ്കിൽ അത് ബെസ്റ്റാണ്, പക്ഷേ എനിക്ക് അത്ര അറിയുന്നില്ല, ഞാൻ എക്സ്പേർട്ടല്ല. അപ്പോൾ ഇതേപോലെ നമ്മളെ ചട്ടിയിൽ നമ്മൾ പാനിൽ ഇങ്ങനെ വെച്ച് കൊടുക്കുക. അപ്പോൾ സൈഡിലിങ്ങനെ ആയിട്ടുണ്ടാവും, അപ്പോൾ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ മാങ്ങ ഫില്ലിങ് വെച്ച് കൊടുക്കുക. ഒന്ന് വെന്ത് കഴിഞ്ഞാൽ നമ്മളെ പാൻ കേക്ക് ഒന്ന് വെന്ത് കഴിഞ്ഞാൽ ഈ നമ്മളെ മാംഗോ ഫില്ലിങ് അതിലൊന്ന് വെച്ച് കൊടുക്കാം. പിന്നെ ഫോൾഡ് ചെയ്തെടുക്കുക. അപ്പോൾ ഈ രീതിയിൽ കേട്ടോ ഫോൾഡ് ചെയ്യേണ്ടത്. ഇതാണ് അതിൻ്റെ സ്റ്റൈല്. അപ്പോൾ കുറച്ചുകൂടി ബട്ടർ, ഞാൻ നല്ല റിച്ച് ആയതുകൊണ്ട് അത്യാവശ്യം ബട്ടറൊക്കെ വേണം. അപ്പോൾ ബട്ടർ ഉണ്ടായാലും നല്ല ക്രിസ്പിനെസ് വരുള്ളൂ. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാകും വിചാരിക്കുന്നുണ്ട്. പിന്നെ റെസിപ്പീസൊക്കെ നിങ്ങൾ ട്രൈ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാർ വ്ളോഗ് കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അത്രയേ ഉള്ളൂ. എല്ലാവരും ടേക്ക് കെയർ ആൻഡ് അസ്സലാമു അലൈക്കും.